അക്ഷയെ ദൈവത്തിന് തിരഞ്ഞെടുപ്പാണിത്. മതിലിനെയും അക്ഷയം ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഒരു കുടുംബമാക്കി മാറ്റാൻ പോകുന്ന സന്തോഷകരമായ ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള അവസരങ്ങൾ പ്രാർത്ഥനയായിരിക്കും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. നമ്മൾ കുറേ ദിവസത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് ആഘോഷമൊക്കെ കഴിഞ്ഞ്, കാരണം സ്വർഗത്തിലാണ് നമ്മൾ സമ്മതം നൽകുന്നത്, ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ സമ്മതം നൽകുന്നത്. കാരണം അൾത്താരയിൽ നിങ്ങൾ അൾത്താരോട് ചേർന്ന് നിങ്ങൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും മാതാപിതാക്കളൊക്കെ നിങ്ങളുടെ പുറകിലാണ് നിൽക്കുന്നത്. നിങ്ങൾ അൾത്താരോട് ചേർന്ന്, അതായത് ദൈവത്തിന്റെ മുമ്പിൽ സമ്മതം നൽകുകയാണ്. നിങ്ങൾ നാളെ വിവാഹ വാഗ്ദാനത്തിന്റെ സമയത്ത് നിങ്ങൾ ചോദിക്കും. അപ്പോൾ ദൈവത്തോടാണ് നിങ്ങൾ സമ്മതം പറയുന്നത്. അപ്പോൾ വൈദികൻ എന്ന് പറയുന്ന ഈശോയുടെ സ്ഥാനത്ത് നിങ്ങൾ ചോദിക്കുകയാണ്. അപ്പം ഈശോയോട് നേരിട്ട് നാളെ സമ്മതം നൽകുകയാണ്. അതുവഴി നിങ്ങൾ കാലി കിട്ടുന്നത് വഴി ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ഉദ്ധിതമാകുന്ന ഉദാശയാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരിക്കലും അത് വേർതിരിക്കപ്പെടാൻ പാടുകയില്ല. എന്ത് പ്രശ്നം വന്നാലും നിങ്ങളുടെ ഇടയിൽ തന്നെ ഒതുക്കി തീർത്ത് നിങ്ങൾ തന്നെ പരിഹരിച്ച് എന്ത് കാര്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു പുതിയ കുടുംബമായിട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ രഹസ്യ സമയത്ത് നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും തീർക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തിന്റെ ഏറ്റവും കേന്ദ്രമായ കഥാപാത്രം എന്ന് പറയുന്നത് ഈശോമിശിഹായിയാണ്. അൾത്താരയോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നും കൂടെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വിവാഹ സമയത്ത് ഏറ്റവും നിർത്തുകയെന്ന് വെച്ചാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓടിച്ചു നിൽക്കുന്നത് അൾത്താര തന്നെയാണ്. അപ്പോൾ അൾത്താരയോട് ചേർന്ന് ജീവിക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ കുടുംബ പ്രാർത്ഥന എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത്, പുറത്ത് പോകുകയാണെങ്കിൽ പോലും UK പോകുകയാണെങ്കിൽ പോലും കുടുംബ പ്രാർത്ഥന നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഒരിക്കലും കുടുംബ പ്രാർത്ഥന നമ്മൾ മുടക്കരുത്. നിങ്ങൾ ഫിക്സഡ് സമയം അതിനുവേണ്ടി കണ്ടുപിടിക്കുക. നിങ്ങൾ എല്ലാ ജോലി തിരക്കുകളും കഴിഞ്ഞ് വെച്ച് ഫിക്സഡ് സമയം കണ്ടുപിടിച്ച് കുടുംബ പ്രാർത്ഥന കൃത്യമായിട്ട് ചെയ്യും. കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ കുടുംബത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ഉറപ്പിച്ചു. കാരണം കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് കുടുംബ പ്രാർത്ഥന മാത്രമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സ്ഥാപിച്ച വിവാഹം എന്ന മനോഹരമായ കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാവേളയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കാരുണ്യവാനായ കർത്താവേ, ഈ മകനെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസം ഈ മകന്റെ ജീവിതത്തിലുടനീളം തുടരാനുള്ള കൃപാവരം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഇവരാരംഭിക്കാൻ പോകുന്ന ദാമ്പത്യ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. സർവ്വ അനുഗ്രഹങ്ങളും ഈ മകൻ ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധയും പിതാവിൻ്റെയും സകല കാവന്മാരും സംരക്ഷണം ഇവരുടെ കുടുംബജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയും മാതാവും അതിനുവേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. മാതാപിതാക്കളുടെ സകല അനുഗ്രഹങ്ങളും ഈ മകൻ ലഭിക്കുന്നതിന് വേണ്ടി മനസ്സിൽ പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മകനെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി വിവാഹ അന്തസ്സിലേക്ക് ഉയർത്തിയിരിക്കുകയാണല്ലോ. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് സന്തോഷപ്രദവും സമാധാനപൂർണവും മധുരതരമായ ജീവിതം നയിക്കുവാൻ ഇവന് ശക്തി നൽകണമേ. ആമേൻ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് വഴികാട്ടി ആയിരിക്കട്ടെ. ദൈവതല സന്തതികളുടെ ദൈവം നിന്റെ കുടുംബവും തലമുറകളും സഭയും അനുഗ്രഹിക്കപ്പെട്ടെ. നിങ്ങളിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സുവിശേഷ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ.
വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസേയർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സൃഷ്ടാവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും അതിന്റെ കടമകൾ പൂർത്തീകരിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഈ മകനെ ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാമ്പത്യ വിശ്വസ്തതയാലും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും എന്നും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹമെന്ന ഉന്നതമായ ദൈവവിളി തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഈ ദമ്പതികളെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നിത്യഭാഗ്യം കൽപ്പിച്ചിരണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹാസഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തെറ്റുധാരണകൾക്ക് വഴിപ്പെടാതെ പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ ഒരുമയോടെ സഹിച്ച് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുവാനും ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും വിലപ്പെട്ടവരായ നല്ല കുഞ്ഞുങ്ങളെ നൽകി ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കുടുംബ പ്രതിഷ്ഠാശിവ നമുക്ക് ഏറ്റു ചൊല്ലാം. ഈശോയുടെ ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാറിയവ്സേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ആമേൻ. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെ കുടുംബാംഗങ്ങളുടെ മേലും നാളത്തെ കർമ്മത്തിന്റെ മേലെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ, നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോമനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ,
പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥ നിന്നെ എന്നും വാഴ്ത്തിയിടാം. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായ കീർത്തനങ്ങളേകിടാം, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. എന്നെ പേരു ചൊല്ലി വിളിച്ചു നീ, നിന്റെ മാറിൽ ചേർത്തു നീ. ഉള്ളിനുള്ളിൽ വചനം പകർന്നു നീ, നിന്റെ പുണ്യപാത തെളിച്ചു നീ. നേർവഴിയിൽ നയിച്ചു നീ, ഈശോയേ പാലകനേ, ഈശോയേ പാലകനേ. കിന്നരവും തമ്പുരുവും മീട്ടിടാം, ഇമ്പമായ കീർത്തനങ്ങളേകിടാം, ഇന്നുമെന്നും ആനന്ദത്താൽ പാടാം. നിന്റെ നാമം പാവനം, ദിവ്യനാമം പാവനം. പരിപാടികൾ നടക്കാൻ പോകുന്നത് മധുരം വെപ്പാണ്. അതിന് മുന്നോടിയായിട്ട് കേക്ക് കട്ടിങ്. ഈ ഫംഗ്ഷന്റെ മുഖ്യ താരമായ അമലിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അമലിന്റെ സഹോദരൻ ജിബിനെയും ഭാര്യ സ്നേഹയെയും സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അമലിന് മധുരം വെക്കട്ടെ, അമലിന് മധുരം വെക്കട്ടെ എന്ന്. അമലിന് മധുരം വെക്കുവാണേ. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ല
മരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ കള്ളത്തരങ്ങളുടെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിൽ നിത്ത പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാലിവില്ലാണു നീ മിന്നൽ വള കയ്യിൽ നിത്ത പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാലിവില്ല മഞ്ചാടി മേഘമേ സഞ്ചാരി മേഘമേ കല്യാണമാലകൾ കുന്നോളം വാങ്ങി വാ കുഞ്ഞോളം തുള്ളുമീ വെള്ളാമ്പൽ പൊയ്കയിൽ ചില്ലോലക്കാറ്റുമായി കണ്ണാടി മഞ്ചലിൽ താനാടുമീ കൺകോണിലെ കിന്നാര പൂങ്കുഴൽ തായോ ഏതേതോ രാച്ചരാതിൻ്റെ ഓ വെണ്ണാളം കൂട്ടുപോരുമ്പോൾ പാൽക്കിനാവിലോയലാടി വാരിളം നിറങ്ങളാടി എത്രയോ ചുരങ്ങൾ താണ്ടി എത്രയോ കയങ്ങൾ നീന്തി അത്ര മേലടുത്തു വന്ന ചെലലിഞ്ഞ മന്ത്രജാലമേ മേന്മേലെ മോഹവിണ്ണിൻ്റെ ഓ കൈ ചേരും നീലമേലാപ്പിൽ മഞ്ഞുപോൽ ചിരിച്ച പാവത്താണിറങ്ങി വന്നൊളിച്ച കുഞ്ഞു മുന്തിരിക്കളങ്ങൾ എത്രയോ തിരഞ്ഞു നമ്മൾ അത്ര മേലഞ്ഞു നമ്മൾ ഇന്നിണങ്ങി കൂട്ടിരുന്നു
ചിക്കതേ ചിക്കതേ ജോഷ് ജോഷ് ജോറ് ജോറ് സബ നാച്ചോ കാമോരെ ഗിത്ത് ഗിത്ത് ഗല മസ്ത് മസ്ത് മല പ്യാര പ്യാര ബേ ചിക്കതേ ചിക്കതേ ജോഷ് ജോഷ് ജോറ് ജോറ് സബ നാച്ചോ കാമോരെ ഹേ താലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ ഹേ താലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ सारा ज़माना माना मस्ताना तेरे इरादे पे डूबे दीवाना കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേലോടെ പോരു പെണ്ണാളെ കുളിരണ മകരമാസപ്പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞിഞ്ചിലെ കുളിരിറങ്ങണ കുളിരുകൾക്കും കാറ്റി പൂവളത്തിന് കണ്ണ് പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാ പയ്യന്റെ പാലോ മധുരപ്പൂന്തേ പതപതേണ കാത്തിരിക്കും കുഞ്ഞു പേണ മുലകുഴണ മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയെ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലിറങ്ങണ കുളിര് വിളിക്കും കാറ്റി കൂവളത്തിന് കണ്ണ് പൊത്താൻ വാ കണ്ണെഴുതി പൊട്ടു തൊട്ടാൽ കളനെ കാത്തിരുന്നാൽ കാലം കരുകവിയും കാളിന്റെ പോലെ കനിറയ വളയണിഞ്ഞാൽ കാലിൽ കൊലിസണിഞ്ഞാൽ കാതിൽ സരിഗമേൽ പാൽപ്പഴ പോലെ പുലരി മഞ്ഞു സൂര്യകാന്തികൾ കൈമാറ്റു തന്നെ പുടവ ചുറ്റി ഉടൽ പൊതിയുമ്പോൾ കണിവിളക്കിൻ തങ്കനാളമായി നിൻ മുന്നിലൊന്നും പുരനിറഞ്ഞു വന്നു നിൽക്കുമ്പോൾ മറുപടി നീച്ചുള്ള തന്റെ മണിമകളെ പെയ്യാത്തന്റെ മിണ്ടാ പെണ്ണിനെ കണ്ടാ കൊള്ളൂലേ മഞ്ഞു പേണ മരം കൂടണ മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞുഞ്ച് കുയിലിറങ്ങണ കുളിർ വിൽക്കും കാറ്റി കോവളത്തിന് കണ്ണ് പൊത്താൻ വാ പൊന്നെടുത്തുമേ ചുമച്ച് പൊയെടുത്തുമിഴി വരച്ച് പുണ്യം കമാനത്തിന് സിന്ദൂരം തന്നു നിലമുൾമൊഴി അണിഞ്ഞു മനസ്സിന് പൊടി തളിഞ്ഞു തോഴി നിന്നെ കാണാൻ പൂക്കാലം വന്നു അണിയണിയായതേന കൂട്ടം നിങ്ങൾ ചുവട്ട് നടപടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ നിരനിരയായി പയ്യുകളെല്ലാം ആവാകന്റെ കുഴൽ വിളി കാതോർത്തു നിൽക്കുമ്പോൾ ഇനിയും അവൻ വൈകാനന്റെ ഇതൾ വഴിയും വടാനന്റെ ഇല്ലത്തമ്മേ പൊല്ല പവല്ലേ മഞ്ഞു പേണ മരം കുളിരണ മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ കുഞ്ഞു നെഞ്ചിലെ കുയിലിറങ്ങണ കുളിർ വിളിക്കും കാറ്റി കൂവളത്തിന് കണ്ണ് പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാ പയ്യന്റെ പാലോ മധുരപ്പൂന്തേ നീലാമോ നിറനിറയണ പതപതേണ കാത്തിരിക്കും നെഞ്ചിൽ ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ താഴെന്ന് കണ്ണുവച്ച പാരിജാതമല്ലേ താഴെന്റെ കൂടെ കഴിഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ തങ്കവർണ്ണ പുണ്യം നീയത്തെ മുത്താരം മുത്തല്ലേ ഉദിച്ച ചന്ദ്രൻ
കുട്ടി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. കയ്യിൽ സിനിമ കാട്ടിത്തറാം, ഒത്തിരി പലഹാരം നമ്മൾ കൊണ്ടുവന്നു തരാം, നല്ല സ്നേഹം കാട്ടിത്തറാം, നമ്മളുടെ ജീവൻ തന്നെ തരാം. മധുര ലഡ്ഡുവിൽ കാണും എന്ത് മുന്തിരി പോലെ നിന്റെ സഞ്ചിൽ മെല്ലെ നമ്മളെ ഇഷ്ടം. വേഗം ചൊല്ലൂ, ഒന്ന് വേഗം ചൊല്ലൂ, നമ്മൾ താമസിതയെ നോക്കും അതിക്ക് കാവന്നു തരാം. പിന്നാലെ പിന്നങ്ങളെ നല്ല വെയിറ്റ് ഉണ്ട്. അമ്പലം മുട്ടുന്നതാര് ചെമ്പരത്തി
കളിക്കുന്നതാര് അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കുത്തിക്കുത്തും മാനായി പൂവെളിച്ചം ചാറി വീണ് മാമലയൊന്ന് കണ്ടേ ചെന്ന വീടിൽ തേങ്കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്നേ കേട്ടേ എന്തൊരു ചേരാണ് നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കളിപ്പൂവേ മുറ്റമിതായേ പൂത്തു നിന്നാട്ടേ പുഞ്ചരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കൊഴുന്നാറ്റേ ചക്കരമാവിൽ ചാന്നിരുന്നാറ്റേ കിളിപ്പൂമകളെ നീ അലിയും പൂന്തളരാണ് കിളിക്കുമ്പളിലായി പെയ്തു തരും തേൻ കുടമാണ് അതിലോടെ തരും സ്വാതന്ത്ര്യമാണ് ഇതിലെ വാ കനവിലെ ചിറകുമാ പകലിലെ വഴികളിൽ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം യേശു സർവേശ്വര ദേവാശ്രയം നീ യേശു സർവേശ്വര ദേവാശ്രയം നീ തിരുമുഖവും തിരുപദവും തിരുപ്രഭയും തൊഴുമുനാശ്രിത വത്സലേ മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം തിരുനാമമഹത്വത്തിൻ ജയഗീതം പാടുന്ന തിരുനാമമഹത്വത്തിൻ ജയഗീതം പാടുന്ന അരികിൽ അണഞ്ഞിടും ജഗദീശ്വര മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം യേശു സർവേശ്വര ദേവാശ്രയം നീ യേശു സർവേശ്വര ദേവാശ്രയം നീ തിരുമുഖവും തിരുപദവും തിരുപ്രഭയും തൊഴുമുനാശ്രിത വത്സലേ
മഹൽ സ്നേഹം മുഖഭാവം രക്ഷാദാനം അഭിരാമം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങോ മണിക്കൂറും കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങും
ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണേ. താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ